let us discuss what is the Pearson concept or HSAB principle. We already explained what is the Lewis acids and Lewis bases and what are the conditions for a substance to be Lewis acids and Lewis bases. പക്ഷേ ഈ ഒരു കോറിലേഷനെ R.J. Pearson എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1963 വീണ്ടും കാറ്റഗറൈസ് ചെയ്തു. He categorizes the Lewis acids and Lewis bases into yet another two classification, that is the hard acids and hard bases and the soft acids and soft bases. അതായത് ആസിഡ് എന്നുള്ള ഒരു ടേമിന് വീണ്ടും കാറ്റഗറൈസ് ചെയ്തു. ഹാർഡ് ആസിഡ്സ് ആൻഡ് സോഫ്റ്റ് ആസിഡ്സ്, ബേസിനെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തു. ഹാർഡ് ബേസസ് ആൻഡ് ദ സോഫ്റ്റ് ബേസസ്. ഇതിനെ രണ്ട് ടൈപ്പിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഹി ക്ലാസിഫൈഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ക്ലാസ് ഇ മെറ്റൽസ് ആൻഡ് ദ ക്ലാസ് ബി മെറ്റൽസ്. നോർമലി നമുക്കറിയാം ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ലിഗാൻഡ് ഈസ് ഗെറ്റിംഗ് കമ്പൈൻഡ് വിത്ത് ദ മെറ്റൽസ്. സോ ഏത് ടൈപ്പിലുള്ള മെറ്റൽസ് ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ കൺസിഡറേഷൻ. Here the class E metals, what type of metals? It is a less small and less polarizable, will prefer to combine with the non-metals or ligands in which they are the small and not very polarizable. ഇങ്ങനെ ഒരു കണ്ടീഷനാണ് ഇതുപോലെയുള്ള സ്മോൾ ആയിട്ടുള്ള ലെസ് പോളറൈസബിൾ ആയിട്ടുള്ള ക്ലാസ് ഇ മെറ്റൽസ് ആണ് ഈ ഒരു ടൈപ്പിലുള്ള ലിഗാൻഡ്സ്, ഏത് ടൈപ്പിലുള്ള ദ സ്മോൾ ആൻഡ് നോട്ട് വെരി പോളറൈസബിൾ ആയിട്ടുള്ള ലിഗാൻഡ്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ such type of metals are called the hard acids and that ligands is considered as the soft bases. ഇതുപോലെ നെക്സ്റ്റ് ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ ക്ലാസ് ബി മെറ്റൽസ്, ക്ലാസ് ബി മെറ്റൽസിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ക്ലാസ് എ മെറ്റൽസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ദേ ആർ ലാർജ് സൈസ് ആൻഡ് മോർ ഓർ ഈസിലി പോളറൈസബിൾ. അത് തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെ that type of metals is preferred to combine with non-metals of ligands having similar properties, അതായത് നേരത്തെ തന്ന അതേ പ്രോപ്പർട്ടീസ് സ്മോൾ ഓർ നോട്ട് വെരി പോളറൈസബിൾ ആയിട്ടുള്ള ലിഗാൻഡ്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഇവിടെ ക്ലാസ് എ മെറ്റൽസ് കമ്പൈൻ ചെയ്യുന്ന ലിഗാൻഡും ക്ലാസ് ബി മെറ്റൽസ് കമ്പൈൻ ചെയ്യുന്ന ലിഗാൻഡ്സിൻ്റെയും പ്രോപ്പർട്ടി എന്താണ്? സെയിം ആണ്. ഡിഫറൻസ് ഉള്ളത് ആർക്കാണ്? മെറ്റൽസിനാണ്. ക്ലാസ് എ മെറ്റൽസ് ലെസ് ആൻഡ് സ്മോൾ ആൻഡ് ലെസ് പോളറൈസബിൾ ആണ്. ക്ലാസ് ബി മെറ്റൽസ് എന്ന് പറയുന്നത് ലാർജ് സൈസ് ഓർ ഈസിലി പോളറൈസബിൾ ആണ്. So such type of metals, class B metals, are called the soft acids and the corresponding ligands as soft bases. ഇങ്ങനെ ആസിഡ്സിനെ തന്നെ ഹാർഡ് ആസിഡ്സ് എന്നും സോഫ്റ്റ് ആസിഡ്സ് എന്നും കമ്പയർ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദ പിയേഴ്സൺ ഈസ് ഗിവിംഗ്. അപ്പോൾ ഇതുപോലെ ഏതും കൂടെ കാണും, ഹാർഡ് ബേസസും സോഫ്റ്റ് ബേസസും ഉണ്ടാകും. നമ്മൾ ഇതായി പറയുന്നത് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആസ് എ ഹാർഡ് ആൻഡ് സോഫ്റ്റ് ബൈ പിയേഴ്സൺ is known as the HSAB, that is hard and soft acids and bases, or otherwise the Pearson concept. നമുക്കറിയാം ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ലിഗാൻഡ് ഈസ് ഗെറ്റിംഗ് കോർഡിനേറ്റഡ് വിത്ത് ദ മെറ്റൽ. ഈ ലിഗാൻഡിന് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഈ ലിഗാൻഡ് മെറ്റലുമായി കമ്പൈൻ ചെയ്ത് സ്റ്റേബിൾ കോംപ്ലക്സസ് ഫോം ചെയ്യാൻ ഒന്നുകിൽ ആ ലിഗാൻഡ് ആരുമായിട്ട് കമ്പൈൻ ചെയ്യാം? ഹെവിയർ അയോൺസുമായിട്ട് കമ്പൈൻ ചെയ്യാം. അതല്ലെങ്കിൽ ദാറ്റ് ലിഗാൻഡ് ക്യാൻ കമ്പൈൻ വിത്ത് ദ ലൈറ്റർ അയോൺസ്. ഈ ഹെവിയർ മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നിയർലി ഫുൾ ഡി ഓർബിറ്റൽസ് ആണ്. എന്നാൽ ലൈറ്റർ അയോൺസിൻ്റെ കണ്ടീഷൻ, ദ ലൈറ്റർ അയോൺസ് ഹാവിങ് എ ലോവർ നമ്പർ ഓർ 0 d electrons. So that is given here. Let us go through the words. Coordination complex result when ligands coordinated with the metal ions, then the certain ligands tend to form stable complexes if it is getting attached with the heavier ions such as Ag+, Hg2+, Pd2+, Pt2+, etc. And some ligands is forming a stable complexes when it combining with a lighter ions such as a lithium, beryllium, aluminum and scandium. That is, so the ligands can combine with both the lighter ions and the heavier ions. ഇങ്ങനെയുള്ള ഒരു കാറ്റയോൺസിനെ സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യാൻ വേണ്ടിയുള്ള കാറ്റയോൺസിന് അതിനാണ് നമ്മൾ ലൂയിസ് ആസിഡ്സ് എന്ന് പറയുന്നത്. അതിനെ തന്നെ നമുക്ക് വീണ്ടും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നു ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ്സ് ആൻഡ് ദറ്റ് ന്യൂട്രൽ ലിഗാൻഡ്സ് ഓർ ആനിയോൺസ് വിച്ച് അഗെയിൻ ക്യാൻ കാറ്റഗറൈസസ് ഇൻ ടു ഹാർഡ് ആൻഡ് സോഫ്റ്റ് ബേസസ്. അപ്പോൾ ഈ ഒരു കാറ്റഗറൈസേഷൻ ആസിഡ്സിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു, ബേസിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു എന്ന് തന്നെയാണ് HSAB പ്രിൻസിപ്പിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസിഡറേഷൻ. സോ ഹാർഡ് ആസിഡ്സിനെയും സോഫ്റ്റ് ആസിഡ് എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ സം പോയിന്റ്സ് ആർ ഗിവൺ. ഹാർഡ് ആസിഡ്സ് മീൻ കാറ്റയോൺസ് ഓഫ് സ്മോളർ സൈസ് ഓർ ലൈറ്റർ എലമെൻറ്റ്സ് ആയിരിക്കും, ഓർ കാറ്റയോൺസ് ഓഫ് ഹയർ ചാർജ്. നമുക്കൊരു സ്മോൾ സൈസ് എന്ന് പറയുമ്പോൾ ചാർജ് കൂടുതലായിരിക്കും. ദറ്റ് ഈസ് ഗിവൺ ഹിയർ. സ്മോൾ സൈസ്
that is cations of higher charge. And it is not easily polarizable. Charge വളരെ കൂടുതലാണ്, size കുറവാണ്. So it is not easily polarizable. Not easily polarizable means it is having low polarizability. And next point is molecules or ions with a lesser number of valence electron, or it is a relatively lower number or 0d electron, and hard acids will have a noble gas configuration. But in the case of soft acids, it is the cations of a large size. Large size it is a heavier elements, that is cations of a lower charge, easily polarizable and high polarizability. Molecules or ions with a larger number of valence electron and easily excitable valence electron or d electrons, and it do not have a noble gas configuration. So that is the differences between the hard acids and hard soft acids. Next we are discussing the points related to the hard bases and the soft bases. Hard bases means it is a small size, high electronegativity, low oxidizability and low polarizability. And soft bases means larger size, low electronegativity, high oxidizability and high polarizability. And yet another important point related to hard bases and soft bases is that hard bases is with high energy homos and the soft bases with a low energy homos. ഇങ്ങനെ ആസ് ഹാർഡ് ആസിഡ്സിൻ്റെയും ഇത് രണ്ട് ഹാർഡിൻ്റെയും രണ്ട് സോഫ്റ്റിൻ്റെയും ഇടയിൽ ഒരു ചെറിയൊരു പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഹാർഡ് ആസിഡ്സ് ഫോം ചെയ്യാനും അതല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ബേസസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ദ ഇൻ്റർമീഡിയറ്റ് ഓർ ബോർഡർ ലൈൻ ആസിഡ്സ് ആൻഡ് ബേസസ്. അതായത് ഹാർഡ് ബേസിൻ്റെയും സോഫ്റ്റ് ബേസിൻ്റെയും ഇടയിൽ ഒരു ചെറിയ ഒരു പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ദാറ്റ് ബേസസ് ഇസ് കോൾഡ് ദ ബോർഡർ ലൈൻ ബേസസ്. ആൻഡ് yet another change is that ഹാർഡ് ആസിഡ്സിൻ്റെയും സോഫ്റ്റ് ആസിഡ്സിൻ്റെയും ഇടയിലും എന്തും കൂടെയുണ്ട്, ഒരു ചെറിയ പോസിബിലിറ്റി ഉണ്ട് ഒരു ആസിഡ്സിന്. ദാറ്റ് ആസിഡ്സ് ഇസ് കോൾഡ് ദ ബോർഡർ ലൈൻ ആസിഡ്സ് ഓർ intermediate acids. They actually tend to be larger and less electronegative than hard bases and smaller and more electronegative than the soft bases. ഇതാണ് എന്തിൽ പറയുന്നത്, പിയേഴ്സണ് ഈ ഒരു ആസിഡ്സിനെ ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ പറയുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടെ പോയിന്റ്സ് അതിന് ഒന്നുകൂടി ഷോർട്ടൻ ചെയ്ത് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാണ്. HZB principle. We know that it is proposed by the Pearson in 1963. And he proposed the acids into hard and soft acids and bases into hard and soft bases, and it is called the HZB principle. Actually ഈ HZB Pearson predict ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? In order to predict the stability of coordinate compound formed between the acids and bases. Only acids ഉം basesഉം കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കോംപ്ലക്സ് ഉണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ സ്റ്റെബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് HZB പ്രിൻസിപ്പിൾ മെയിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഒരു കോംപ്ലക്സ് ഉണ്ടായിട്ടുള്ള കോംപ്ലക്സ് സ്റ്റേബിൾ ആണ് എന്ന് പറയുന്നത് അവിടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ആസിഡ്സും ബേസസും ഒന്നുകിൽ ഹാർഡ് ആയിരിക്കണം, അതല്ലെങ്കിൽ രണ്ടും സോഫ്റ്റ് ആയിരിക്കണം. ഈ ഒരു കണ്ടീഷനിലാണ് ഫോം ചെയ്തിട്ടുള്ള കോംപ്ലക്സ് എന്തെന്ന് പറയുന്നത്, സ്റ്റേബിൾ എന്ന് പറയുന്നത്. സോ ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ എടുത്തിട്ടുള്ള ആസിഡ്സ് രണ്ടും ഹാർഡാണ്. മീൻസ് ആസിഡ്സും ബേസും എന്ന് പറയുന്നത് ഹാർഡ് ആസിഡും ഹാർഡ് ബേസുമാണ്. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താണ്, സ്റ്റേബിൾ ആണെന്ന് പറയുന്നു. ഇനി രണ്ടും സോഫ്റ്റ് ആണെങ്കിൽ സോഫ്റ്റ് ആസിഡ്സും സോഫ്റ്റ് ബേസസും എടുത്തു. ഈ രണ്ടും എന്ത് തന്നെയാണ്, സെയിം കണ്ടീഷനിലാണ്. സോ അവിടെ ഫോം ചെയ്യുന്ന കോംപ്ലക്സും പ്രോഡക്റ്റും എന്താണ്, സ്റ്റേബിൾ ആണ്. പക്ഷേ ഈ എടുത്തിട്ടുള്ള ആസിഡോ ബേസിലോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ഉണ്ടെങ്കിൽ ഫോം ചെയ്തിട്ടുള്ള കോംപ്ലക്സ് എന്തായിരിക്കും, അത് സ്റ്റേബിൾ അല്ല. സോ ദാറ്റ് ഈസ് ഗിവൻ ഹിയർ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ the complex is more stable when both the species are either soft or hard, and the complex is less stable when one of the reactant is very hard and other is very soft. ഇപ്പോൾ രണ്ടും ഒരേ കണ്ടീഷനിലാണെങ്കിലാണ് സ്റ്റേബിൾ ഫോം ചെയ്യുന്നത്. രണ്ടാളും ഡിഫറെൻറ്റ് അല്ല ഏതെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, ലെസ് സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഇനി അതിനൊന്നുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്, ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സ് ഫോം ചെയ്യണമെങ്കിൽ രണ്ടുപേരും ഒരേ കണ്ടീഷനിലായിരിക്കണം. ഹാർഡ് ആസിഡ്സും ഹാർഡ് ബേസസും ആയിരിക്കാം,
അതല്ലെങ്കിൽ സോഫ്റ്റ് ആസിഡ്സും സോഫ്റ്റ് ബേസസും ആയിരിക്കാം. ഇതിൽ തന്നെ ഫോം ചെയ്യുന്ന കോംപ്ലക്സുകളുടെ നേച്ചറിൽ ഡിഫറൻസ് ഉണ്ട്. ഹാർഡ് ആസിഡ്സും ഹാർഡ് ബേസും കമ്പൈൻ ചെയ്യുന്നുവെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന കോംപ്ലക്സ് എന്ന് പറയുന്നത് അയോണിക് കോംപ്ലക്സ് ആണ്. ഇനി സോഫ്റ്റ് ആസിഡ്സും സോഫ്റ്റ് ബേസും കമ്പൈൻ ചെയ്യുന്നുവെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന കോംപ്ലക്സ് സ്റ്റേബിൾ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ആ കോംപ്ലക്സ് ഏത് നേച്ചറിലുള്ളതാണ്? ഇറ്റ് ഈസ് ദ കോവാലന്റ് കോംപ്ലക്സ്. സോ ദാറ്റ് ഈസ് ഗിവൻ ഹിയർ. According to HSAB concept, hard acids prefer binding to the hard bases to give the ionic complexes, whereas the soft acids prefer binding to the soft bases to give the covalent complexes. ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സുകൾ രണ്ട് ടൈപ്പിലാണ്. ഏതൊക്കെയാണ്? അയോണിക് കോംപ്ലക്സസ് which is formed as a result of the combination of hard acids and hard bases, and the covalent complexes which is formed as a result of the combination of the soft acids and soft bases. Anyway, it is sometimes referred to as hard-soft interaction or otherwise called HSIB principle. ഇവിടെ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് കാണാം. ഹാർഡ് will getting preferred to with hard base, and it doesn't prefer with to forming complex with the soft acids. The soft prefers to combine with the soft base. നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഹാർഡ് ആസിഡ്സും ഹാർഡ് ബേസും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവരെന്താണ്? രണ്ടും ഈസിലി പോളറൈസബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻട്രാക്ഷൻ എന്താണ്? പ്രീഡോമിനൻ്റ്ലി അയണിക് ആണ്. അതല്ലെങ്കിൽ ദ ലാർജ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ് ആസിഡ്സ് ആൻഡ് ഹാർഡ് ബേസസ് ഗിവ് റൈസ് ടു സ്ട്രോങ് അയോണിക് ഇൻട്രാക്ഷൻസ്. നെക്സ്റ്റ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, സ്ട്രോങ് ആസിഡ്സും സ്ട്രോങ് ബേസസും ആണെങ്കിൽ അത് യൂഷ്വലി പോളറൈസബിൾ ആണ്. അതുകൊണ്ട് അതിൻ്റെ ഇൻട്രാക്ഷൻസ് പ്രീഡോമിനൻ്റ്ലി കോവാലൻ്റ് ആയിരിക്കും. ഓർ ദ ഇലക്ട്രോൺ നെഗറ്റിവിറ്റീസ് ഓഫ് സോഫ്റ്റ് ആസിഡ്സ് ആൻഡ് സോഫ്റ്റ് ബേസസ് ആർ ഓൾമോസ്റ്റ് സെയിം and hence have the less ionic interaction. Less ionic interaction എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ covalent nature കൂടും. That is more covalent. ഇനി നമ്മൾ മൂന്നാമത്തെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന കോംപ്ലക്സ് ഒരിക്കലും സ്റ്റേബിൾ അല്ല. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആണെങ്കിൽ കോംപ്ലക്സ് സ്റ്റേബിൾ അല്ല. എന്തുകൊണ്ട് സ്റ്റേബിൾ അല്ല? ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഹാർഡ് ആസിഡ്സ് ആൻഡ് സോഫ്റ്റ് ആസിഡ്സ് ഓർ soft acids and hard bases are mostly polar covalent and tend to be more reactive. That is why it is less stable. Or the polar covalent compounds readily form either more ionic or more covalent compound if they are allowed to react. So these are the three conditions related to the HSAB principle. And just ഒന്ന് ഒരു കൺസോൾഡേറ്റ് ചെയ്ത് പറയുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറീസ് തന്നെയാണ്. അറീനിയസ് തിയറി എന്ന് പറയുമ്പോൾ അതിൽ ആസിഡ്സ് പ്രോട്ടോൺ ഡോണേഴ്സ് ആണ്, ബേസസ് ഹൈഡ്രോക്സൈഡ് ഡോണേഴ്സ് ആണ്. ബ്രൗൺ സ്റ്റഡ് ലൗറിയിലാണെങ്കിൽ ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ് ആൻഡ് ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ്. ലെക്സ് ബ്ലഡ് ആണെങ്കിൽ oxide acceptors and oxide donors. Lewis acid ആണെങ്കിൽ Lewis acids ആണെങ്കിൽ electron pair acceptors, and if it is a base it is an electron pair donors. Usinowitz concept ആണെങ്കിൽ acids are negative charge acceptors and bases are negative charge donors. So that is all about the concepts of acids and bases. ഇതിനകത്ത് നമുക്ക് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് applications of HSAB principle. Okay, I think it's clear for you.